77 തെരഞ്ഞെടുപ്പിൽ കെ ജി മാരാർ ഉദുമയിൽ സ്ഥാനാർത്ഥിയായിരുന്നില്ല. അദ്ദേഹം അവിടെ LDFിൻ്റെ കാൻഡിഡേറ്റ് ആരായിരുന്നു? കെ ജി മാരാരായിരുന്നില്ല. രാജ്ഭവൻ വഴി ഒരു ഭരണം നടത്തിക്കളയാം, സമാന്തര ഭരണം നടത്താം. CPM എന്നൊരു പാർട്ടിയായി, അംഗീകൃത പാർട്ടിയായി നിൽക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഔദാര്യം ഉണ്ടായതുകൊണ്ടല്ലേ. ഇപ്പോൾ ന്യൂനപക്ഷ പിന്തുണ ഇല്ലാതെ BJPക്ക് ഒരു ജയം സാധ്യമല്ല കേരളത്തിൻ്റെ ഒരു ജനസംഖ്യാ കണക്കൊക്കെ അനുസരിച്ച് അതാണ് സത്യം. എന്നിട്ട് അവരെല്ലാവരും എണീറ്റ് 1 ലക്ഷം ആളുള്ള സഭയിൽ അവരെല്ലാവരും 5 മിനിറ്റ് സമയം നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊന്നും വാർത്തയാക്കാൻ പറ്റുന്ന ആളുകൾ ഗവർണറായി എനിക്ക് ഇത് നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ പറ്റും. പക്ഷേ CPM ഇപ്പോൾ ആ ബന്ധം പൂർണ്ണമായിട്ട് നിരാകരിക്കുക, അങ്ങനെ ഒരു സഹകരണം BJPയുമായിട്ടോ ജനസംഘമായിട്ടോ RSSുമായിട്ടോ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യാഘാതം ഒരുപക്ഷെ എന്നെ അങ്ങനെ ന്യൂനപക്ഷ വ്യക്തമാന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. BJPയോട് കൂട്ടുകൂടാൻ ഒരു സഖ്യം, BJP ഭരണത്തിലേക്ക് വരണമെങ്കിൽ ഒരു മുന്നണി വിപുലീകരണമൊക്കെ വരണം. ആ സഖ്യത്തിന് മറ്റ് കക്ഷികളൊന്നും തയ്യാറാവാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. BJP അകറ്റി നിർത്തുന്നൊരു സാഹചര്യം. അവരെന്നും അങ്ങനെയാണ്, സത്യത്തിന് നേരെ മുഖം തിരിക്കും. ഗോവയിലെയും മിസോറാമിലെയും ഗവർണർ ദൗത്യം പൂർത്തിയാക്കി അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് കോഴിക്കോട്ട് തിരിച്ചെത്തുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ഒരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ ഉള്ളത്? ആ ഗൃഹാതുരത്വം എല്ലാ മലയാളികൾക്കും ഉള്ളതാണ്. പക്ഷെ ഞാൻ അവിടെ ഗവർണർമാരിരിക്കുമ്പോഴും അവിടെ രാജ്ഭവനുകളിൽ ഒതുക്കി കഴിഞ്ഞ ആളല്ല, ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഈ വരുന്ന സമയത്ത് 5, 6, 7 പരിപാടിയൊക്കെ അങ്ങ് പങ്കെടുക്കും. അതുകൊണ്ട് എൻ്റെ സാന്നിധ്യമില്ലായ്മ ഒരിക്കലും ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. ഈ ഗവർണർ പദവിയിലിരിക്കുമ്പോൾ പൊതുവേ, ഗവർണർ പദവിയിലല്ല, ശ്രീധരൻപിള്ള സാർ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും ഏത് പദവിയിലിരുന്നാലും ഒരു നല്ല സമവായത്തിൻ്റെ പാത സ്വീകരിക്കുക, എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറുക എന്നുള്ളതാണ്. പൊതുവെ പക്ഷേ BJP ഗവർണർമാരെ കുറിച്ച് പറയാറുള്ളത്, BJP ഗവർണർമാർ ആ സംസ്ഥാന സർക്കാരുമായിട്ട് കുറച്ചൊരു പ്രശ്നത്തിൽ പോവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടോ? അത് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെങ്കിലും അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നോ BJP പാർട്ടിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടോ? അല്ല, ഗവർണർമാർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. അവരുടെ കാര്യത്തിൽ ദൈനംദിന പോളിസി കാര്യങ്ങളിൽ കേന്ദ്രം ഇടപെടാറില്ല, രാഷ്ട്രപതി ഭവനും ഇടപെടാറില്ല. പിന്നെ അവർ അതിർ ലംഘിച്ച് പോയി എന്ന് തോന്നൽ ഉണ്ടായ അപൂർവ സന്ദർഭങ്ങളിൽ ചിലപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായേക്കാം. പക്ഷേ ഒരിക്കലും മറ്റേ ഒരു സിസ്റ്റമേ ഇല്ല. കാരണം ഗവർണർമാർ ഇടപെട്ട് മന്ത്രിസഭകളെ പിരിച്ചുവിട്ട അനുഭവം നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ വളരെ വിരളമാണ്. മണിപ്പൂരിൽ അടുത്ത കാലത്ത് വന്നു. അങ്ങനെ ചിലത് ഒഴിച്ചാൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ പിരിച്ചുവിട്ട ഒരു സന്ദർഭവുമില്ല. കാരണം എതിർ രാഷ്ട്രീയ പാർട്ടിയിലാണ്, ഭരിക്കുന്ന ഭരണകക്ഷിയുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ പിരിച്ചുവിടണമെന്നും പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും, ഞാൻ 2014 പറയുന്നത്. ഗോവയിൽ BJP ഭരണമാണ്. BJP ഭരിക്കാത്ത ഇപ്പോൾ കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ BJPക്ക് ഭരണപരമായി ഇടപെടാൻ സാധ്യത കുറവാണ്. അവിടെ രാജ്ഭവൻ വഴി ഒരു ഭരണം നടത്തിക്കളയാം, സമാന്തര ഭരണം നടത്താം എന്ന് BJP നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ? ഒരിക്കലും അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കേന്ദ്ര ഭരണ സംവിധാനത്തിൽ പോയി കാണേണ്ടി വരുമ്പോൾ പ്രധാനമന്ത്രിയോട് അങ്ങനൊരു പരാതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരവസരത്തിലും ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ സാങ്കല്പികമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം അത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ഇപ്പോൾ മിസോറാമിലിരിക്കുമ്പോഴാണെങ്കിലും ഗോവയിലിരിക്കുമ്പോഴാണെങ്കിലും മുഖ്യമന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ ഒക്കെ ഒന്ന് വിളിച്ചു വരുത്തി ഈ ബില്ലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ ഒരു താങ്കളുടെ ആശങ്ക പങ്കുവെക്കേണ്ടി വരികയോ അവരുമായിട്ടൊരു ക്ലാഷ് വരികയോ ചെയ്തിട്ടുണ്ടോ? ക്ലാഷ് ഉണ്ടായിട്ടില്ല. പല ബില്ലുകളും പല പ്രപ്പോസൽസും വരുമ്പം അതിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട്. അങ്ങനെ പറയാറുള്ളത് അവരെ രാജ്ഭവനിലേക്ക് നമുക്കൊരു ചായ കുടിക്കാനൊക്കെ പറഞ്ഞ് വിളിക്കും, സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറും. അപ്പോൾ അതിൽ അവരോട് എൻ്റെ കാഴ്ചപ്പാട് അവരോട് വിശദീകരിക്കും. അങ്ങനെ സോൾവ് ചെയ്യാറാണുള്ളത്. സംഘർഷ അന്തരീക്ഷം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ സമവായത്തിൻ്റെ പാത BJPയുടെ മറ്റ് ഗവർണർമാർ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആർലേക്കർ, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ, തമിഴ്നാട്ടിൽ RL രവി തുടങ്ങിയ ആളുകൾക്കൊക്കെ വലിയ തോതിൽ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അവർ ഒരു രാജ്ഭവൻ വഴി ഒരു സമാന്തര ഭരണം ഉണ്ടാക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു പരാതി കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ പരാതി അടിസ്ഥാനമില്ലാത്തതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പം കേരളത്തിൽ ഭരണഘടന രൂപം കൊണ്ട അവസരത്തിലും അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലുമെല്ലാം ഗവർണർ പോസ്റ്റ് വേണ്ട
അനാവശ്യമാണ്, അതിനെ അംഗീകരിച്ചു കൂടാ എന്ന നിലപാടെടുത്ത ഒരു പാർട്ടിയാണ്, അല്ലെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 2 പാർട്ടികൾ ചേർന്നാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത്. ഞാൻ അവർ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. ഔപചാരികമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയിട്ടില്ല. പക്ഷേ ഭരണഘടന നിലവിൽ വന്ന് 2 കൊല്ലക്കാലത്തോളം ഈ ഭരണഘടന ജനവിരുദ്ധമാണ്, ജനങ്ങളുടെ ഭരണഘടനയല്ല, ഇതിനെ അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്രവിരുദ്ധ സമരം എന്നും മുഖമുദ്രയായിരുന്നു. ഈ അടുത്ത കാലത്ത് അതില്ലാതായത്. കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ EMSൻ്റെ കാലം തൊട്ട് കേന്ദ്രത്തോട് സന്ധിയല്ല ഏറ്റുമുട്ടൽ മൗലിക സ്വഭാവമാക്കിയ സമീപനമാക്കിയ ഒരു പശ്ചാത്തലമുള്ള പാർട്ടി ആണ് മുഖ്യമായും കേരളത്തിലെ ഇന്ന് ഭരണം നടത്തുന്നത്. അതുകൊണ്ട് ആ ഗവർണർമാർ അനുഭവിക്കേണ്ടി വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം കേരളത്തിലെ പലപ്പോഴും എല്ലാം ഈ സമവായത്തിൻ്റെ അന്തരീക്ഷം പാളം തെറ്റിപ്പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. CPMൻ്റെ ഒരു കടുംപിടുത്തമാണ് എല്ലാ കാലത്തുള്ള എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ഭരിക്കുമ്പോഴായാലും ഏതും ഈ വേറെ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് DMK കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ, വേറെ ഇപ്പം പിന്നെ സ്വതന്ത്ര ഒരു സംസ്ഥാന പാർട്ടിയാണ് ഇപ്പം മിസോറാം ഭരിക്കുന്നത്. ഇങ്ങനെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതായത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും സംഘർഷമില്ലല്ലോ. BJP നിശ്ചയിക്കുന്ന ഗവർണർമാരോട് ഇതര പാർട്ടികളിൽ ഭരണമുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക മുൻവിധിയോടുകൂടിയുള്ള സമീപനമാണെന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഉണ്ടായെന്ന് ആധികാരികമായി ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ ആ ആക്ഷേപം പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രപതിയുടെ മുമ്പാകെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുമ്പാകെയോ വസ്തുതാപരമായി എണ്ണി പറഞ്ഞ് ഉന്നയിക്കേണ്ടതല്ലേ? തിരിച്ചാ ചോദിച്ചത്. ഗവർണർമാർക്ക് സർക്കാരിനോടല്ല, ഈ സർക്കാരുകൾ, ഇപ്പോൾ കേരളത്തിൽ CPM സർക്കാർ, തമിഴ്നാട്ടിൽ DMK സർക്കാർ, ഈ സർക്കാരുകൾ BJP നിശ്ചയിക്കുന്ന ഗവർണർമാരോട് അങ്ങോട്ടൊരു പെരുമാറ്റത്തിൽ അത് BJPയുടെ ഗവർണർമാരാണ് എന്ന മട്ടിൽ മുൻവിധിയോടുകൂടി പെരുമാറുന്നുണ്ട്. അതെനിക്ക് എൻ്റെ അനുഭവത്തിലില്ല. മറ്റു ഗവർണർമാർ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരോട് ചോദിച്ചാൽ. ഈ ക്ലാഷിൻ്റെ കാരണം യഥാർത്ഥത്തിൽ മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നത്. അങ്ങോട്ടാണോ പ്രശ്നം ഇങ്ങോട്ടാണോ പ്രശ്നം എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. ഈ ക്ലാഷ് ഉണ്ടായെന്ന് ആര് പറഞ്ഞു? തമിഴ്നാട്ടിൽ സുപ്രീം കോടതി ഇടപെടുന്ന സാഹചര്യം അല്ല, അതുണ്ടാകാം. അത് എന്തിൻ്റെ പേരിലാണ്? വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ടാണ് കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഗവർണർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ ഒരു കേസിൽ എതിരാളിയാക്കി കേസ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഗവർണർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ നിയമമില്ല. അതെല്ലാം ഓട്ടോണമസ് ബോഡികളാണ്, മിക്കതും ഓട്ടോണമസ് ബോഡികളാണ്. അപ്പോൾ ഓട്ടോണമസ് ബോഡികൾ അതാത് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ പ്രകാരമല്ല. പക്ഷെ അത് പോരാ, ഗവൺമെൻറ് അങ്ങനെ മേൽക്കൈ വേണമെന്നുള്ളത് കൊണ്ടാണ് വൈസ് ചാൻസലർമാരെയും അതുപോലെ ചാൻസലർമാരെയും ഒക്കെ, വൈസ് ചാൻസലർമാരെ പോലെ ചാൻസലർമാരെയും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നിയമിക്കാനുള്ള ശ്രമമുണ്ടായത്. അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. 2, ഈ ഓട്ടോണമസ് ബോഡികളുടെ വിദ്യാഭ്യാസ മേഖല സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് കൂച്ചുവിലങ്ങിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്ന എത്രയോ ആരോപണങ്ങൾ, അത് BJP മാത്രമല്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. സംഭവങ്ങൾ ഒരുപാട് വ്യവഹാരങ്ങൾക്കിടയാക്കിയിട്ടുമുണ്ട്. ഒരു പുതിയ സ്വഭാവം, പുതിയ രീതിയല്ല കേരളത്തിൽ. ആ രീതി തെറ്റാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് BJP ഈ ഗവർണർമാർ ഉപയോഗിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാവ്യവൽക്കരണത്തിൻ്റെ സ്വഭാവം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. SFI ഒക്കെ വലിയ സമരങ്ങളിലേക്കൊക്കെ പോകുന്നത് ആർലേക്കറിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ യൂണിവേഴ്സിറ്റികൾ പിടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരടിസ്ഥാനമില്ലാത്ത, ആശങ്കപ്പെടാൻ ഉള്ള ഒരു സംഭവം അവർക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ സാധിക്കാത്ത വണ്ണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഇതെല്ലാം മറ്റ് പല വീഴ്ചകളിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ആസൂത്രണമായി അവർ നടത്തുന്ന ശ്രമമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ഭരണകൂടം നടത്തുന്ന ശ്രമമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ഇപ്പോൾ RSS സർസംഘചാല സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭയിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാർ മുഴുവൻ പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ക്ഷണിച്ചിരിക്കുകയാണ്. എത്ര പേര് പങ്കെടുക്കുന്നറിയില്ല. അങ്ങനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSS നിശ്ചയിക്കുന്ന ഒരു വഴിയിലൂടെ കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കുമോ? അല്ല, ഈ അങ്ങനെയുള്ള നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി
എക്കാലത്തും RSS സജീവ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 62-ലെ 65-ലെയും 2 യുദ്ധങ്ങളെ നേരിട്ടു. ജവഹർലാൽ നെഹ്റു തന്നെ നേരിട്ട് RSSനെ ചൈനയുടെ യുദ്ധം ഉണ്ടായ അവസരത്തിലുള്ള സ്വാതന്ത്ര്യദിനത്തിലെ പരിപാടിയിലും ഒക്കെ ഉണ്ടായിട്ടില്ലേ. നമ്മുടെ പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധിയോ അതുമല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനോ ഉന്നതരായ വ്യക്തികൾ പാർലമെൻറ്റ് അംഗങ്ങളായിരുന്നിട്ടില്ലാത്ത ആളുകൾ അവർ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അതൊരു നമ്മുടെ വലിയ നഷ്ടമാണ് രാഷ്ട്രത്തിനെന്ന് കരുതുമ്പോഴാണ് പാർലമെൻറ്റ് ഒരു ആദരാഞ്ജലി അർപ്പിക്കുക. അങ്ങനെ ആദരാഞ്ജലി അർപ്പിച്ച ആളല്ലേ RSSൻ്റെ ഏറ്റവും വലിയ സൈദ്ധാന്തികമായി ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന ഗുരുജി ഗോൾവൽക്കർ. അതിൽ ഇന്ദിരാഗാന്ധി അല്ല അനുശോചനം സംഘടിപ്പിച്ചത്. എല്ലാവരും പങ്കാളികളായില്ലേ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സവർക്കർക്ക് ആദരാഞ്ജലി അർപ്പിച്ചില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അപൂർവ വ്യക്തിത്വങ്ങളെ അംഗീകരിച്ച പ്രസ്ഥാനങ്ങളും ആശയങ്ങളും അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം ചിലർക്ക്. പക്ഷേ അതിൻ്റെ പേരിൽ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞുള്ള ഇത്തരം ഒരുതരം അവ്യവസ്ഥയിലേക്ക്, വെല്ലുവിളികളിലേക്ക്, സത്യത്തെ കുഴിച്ചു മൂടുന്ന തരത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് ഇപ്പം നമ്മുടെ കേരളമൊക്കെ മാറുകയാണ്. അതിലാണ് ദൗർഭാഗ്യകരമായ ഗവർണർ പദവി തന്നെ വേണ്ട എന്നൊരു ചർച്ചയിലേക്കാണ് വീണ്ടും CPM കൊണ്ടുപോകുന്നത്. കാരണം ഈ അർലേക്കറൊക്കെ ചെയ്യുന്ന പോലെ സംസ്ഥാന ഭരണത്തെ പിടിച്ചടക്കാൻ സമാന്തര സംവിധാനം ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഗവർണർ പദവിയേ വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പ്രചരണം. അവരുടെ അജ്ഞത ഓർത്ത് ഞാൻ ലജ്ഞിച്ച് തല താഴ്ത്തുകയാണ്. ഈ കാര്യം എന്നോ നമ്മുടെ നിയമനിർമ്മാണ സഭ ബേസിക്കായ കാര്യമായി ചർച്ച ചെയ്തതാണ്. 3 തരത്തിൽ ഗവർണർമാരെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണറായിരിക്കണം. ഒരു ഗവർണർ ഒരാളെ വ്യക്തി അയാൾ ഇലക്ഷൻ മത്സരിച്ചിട്ട് ജനങ്ങളുടെ ഭൂരിപക്ഷ പ്രകാരം വേണം. മുഖ്യമന്ത്രി ഇന്നത്തെ പാർലമെൻ്ററി സിസ്റ്റം പ്രകാരമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലൂടെ വരണം. ഇത് രണ്ടും ചർച്ച ചെയ്തതല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് രണ്ട് ഭരണ കേന്ദ്രങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതേസമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കണം, രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കണം. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഗവർണർമാരെക്കുറിച്ച് മറിച്ചൊരു ചർച്ച നടക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന സമയത്ത് ഒരു ചായ കുടിക്കാൻ വിളിച്ച് പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു മാതൃകയുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് സ്വീകരിക്കപ്പെടാത്തത്? അതൊരു മാതൃകയൊന്നുമല്ല, എൻ്റെ ശൈലി എന്നും അതാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ CPMൻ്റെ ആൾക്കാർ AK ബാലനും ഞാനും കൂടെ ഒന്നിച്ച് 75-ലെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ലോ കോളേജിലെ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നുള്ളൂ. ഞാൻ മാഗസിറ്ററുമായി, അദ്ദേഹം യൂണിവേഴ്സിറ്റി കൗൺസിലറുമായി. അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഗവർണറായിട്ട് പോകുമ്പോൾ അദ്ദേഹം എനിക്ക് പോസ്റ്റ് ഇട്ടെന്നെ അഭിനന്ദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കേരളത്തിലെ ഒരു സമവായം ഇത് ബേസിക്കായി പൊതു സ്വഭാവത്തിൽ, പൊതു സാമൂഹ്യ പ്രവർത്തനത്തിൽ അവലംബിക്കേണ്ട കാഴ്ചപ്പാടാണ്. ഈ സമന്വയത്തിൻ്റെ പാതയിൽ നേരത്തെ CPMുമായിട്ടൊക്കെ സഹകരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, AK ബാലനുമായി സഹകരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ CPM ഇപ്പോൾ ആ ബന്ധം പൂർണ്ണമായിട്ട് നിരാകരിക്കുക, അങ്ങനെ ഒരു സഹകരണം BJPയുമായിട്ടോ ജനസംഘമായിട്ടോ RSSുമായിട്ടോ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ഈ മാധ്യമങ്ങളെ വേണ്ടത്ര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി നിലമ്പൂരിന് 2 ദിവസം മുമ്പ്. ഞാൻ വിചാരിച്ച് ഇലക്ഷന് വേണ്ടിയായിരിക്കുമെന്ന്. അത് ചില വോട്ടുകൾ കിട്ടാനുള്ള തന്ത്രമായിരുന്നു. അദ്ദേഹം രോഗികളൊക്കെ കാണിച്ചുകൊണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, പെരിങ്ങാളത്ത് ഞങ്ങൾ KG മാരാരെ തോൽപ്പിച്ചു, കോൺഗ്രസും പെരിങ്ങാളത്ത് കാൻഡിഡേറ്റ് KG മാരാരായിരുന്നു. O രാജഗോപാൽ 80-ലെ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിച്ചപ്പം ചെർക്കുള അബ്ദുള്ളയായിരുന്നു ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, UDF പിന്താങ്ങി. ഇവർ തമ്മിൽ ബന്ധമാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഇതിന് ഇടയിൽ രണ്ടും ഞാൻ ചോദിക്കുന്നു, 77-ലെ തെരഞ്ഞെടുപ്പിൽ KG മാരാർ ഉദുമയിൽ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? അദ്ദേഹം അവിടെ LDFൻ്റെ കാൻഡിഡേറ്റ് ആരായിരുന്നു? KG മാരാരായിരുന്നില്ലേ? ഈ പറഞ്ഞ RSSൻ്റെ പ്രചാരകനായിരുന്നില്ലേ? ശിവദാസ മേനോന് വേണ്ടി LK അദ്വാനി പാലക്കാട്ട് വന്നിട്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തില്ലേ? അപ്പോൾ എന്തർത്ഥമാണ്? 1967 ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് 7 സംസ്ഥാനങ്ങളിൽ 8 സംസ്ഥാനം, കേരളം പിന്നെ അന്ന് സപ്തകക്ഷി മുന്നണിയായിരുന്നു.
മറ്റ് 7 സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് കോൺഗ്രസിൻ്റെ കാലിൻ്റെ ഇടയിലെ മണ്ണ് ചോർന്നു പോയി. സംയുക്ത വിധായകദൾ മന്ത്രിസഭകളുണ്ടായി. ജനസംഘം CPM ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ബീഹാറിൽ ഒന്നിച്ച് ജനസംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ഭരിച്ചില്ലേ, മന്ത്രിമാരുണ്ടായിരുന്നില്ലേ? പിന്നെ ഇത് യൂണിവേഴ്സിറ്റിയുടെ എതിരെ നിങ്ങൾ പറയുന്നത് ഞാൻ ചരിത്രം എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ നിഷേധിക്കാനുള്ള കാരണം? നിഷേധിക്കാൻ അവരെന്നും അങ്ങനെയാണ്. സത്യത്തിന് നേരെ മുഖം തിരിക്കും, അല്ലെങ്കിൽ ആരും കാണണ്ട, പൂച്ച പാല് കുടിക്കുന്ന പോലെ കണ്ണടച്ചിട്ട്. അതിനും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ. ഒരു ലക്ഷ്യമല്ല, അത് ദയനീയമായ പരാജയമാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനത്തെ നിലപാട് സ്വീകരിക്കുന്നത് എന്തർത്ഥമുള്ളത്? CPM സംബന്ധിച്ചിടത്തോളം CPM എന്നൊരു പാർട്ടിയായി, അംഗീകൃത പാർട്ടിയായി നിൽക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഔദാര്യം ഉണ്ടായതുകൊണ്ടല്ലേ. ഒരു ദേശീയ പാർട്ടിയായി നിൽക്കാൻ CPM അർഹതപ്പെട്ട 3 കണ്ടീഷനുകളും പാലിക്കാൻ സാധിക്കാതെ വന്നപ്പം ഒരു പാർട്ടി നിലനിൽക്കട്ടെ എന്ന് കരുതിയിട്ട് അതിവർ പോയി കണ്ടിട്ടല്ലേ. വാജ്പേയിജിയുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോയ പിന്നെ തലമുണ്ടിട്ട് പോയ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ കണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ജനാധിപത്യവാദിയായ വാജ്പേയി നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അവർക്ക് ദേശീയ പാർട്ടിയെ നിൽക്കാൻ സാധിച്ചുകൊണ്ടല്ലേ ഇന്ന്, അല്ലെങ്കിൽ അംഗീകൃത ദേശീയ പാർട്ടി അല്ലാതാകുമായിരുന്നില്ലേ? പക്ഷേ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJPയോട് കൂട്ടുകൂടാൻ ഇപ്പോൾ ഒരു സഖ്യം, BJP ഭരണത്തിലേക്ക് വരണമെങ്കിൽ ഒരു മുന്നണി വിപുലീകരണമൊക്കെ വരണം. ആ സഖ്യത്തിന് മറ്റ് കക്ഷികളൊന്നും തയ്യാറാവാത്തൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. BJP അകറ്റി നിർത്തുന്നൊരു സാഹചര്യം. താങ്കൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞാൻ 2003 സെൻട്രൽ ഗവൺമെൻറ് ഒരു വലിയ കേസ് നടത്തി വലിയൊരു വരുമാനം കിട്ടുന്ന അസിസ്റ്റൻറ്റ് സോളിസിറ്ററായിരുന്നു. എന്നോട് പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെട്ട് 2003 ഞാൻ പ്രസിഡൻ്റായി. 2004 പൊതു തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ. ആ പൊതു തെരഞ്ഞെടുപ്പ് എനിക്കറിയില്ല, എൻ്റെ പിന്നീടുള്ള സഹപ്രവർത്തകർ എത്ര പഠിച്ചു എന്ന് എനിക്കറിയില്ല. 2 പാർലമെൻറ്റ് സീറ്റുകളിൽ മലയാളക്കരയിൽ നിന്ന്, മലയാളികൾക്കിടയിൽ നിന്ന് വാജ്പേയിയെ പിന്താങ്ങാൻ മാൻഡേറ്റ് നൽകി MPമാരാക്കിയ ചരിത്രം മലയാളികൾക്കുണ്ട്. ഒരു പൈസയും വന്ന് എനിക്ക്, ഞാനത്തെ പ്രസിഡൻ്റാണ് പറയുന്നത്, എവിടുന്നും കിട്ടിയില്ല. പക്ഷേ അന്നത്തെ സ്ഥാപിച്ച ആൾ ഞാനാണ്. 2000 അവിടെ പോയി ലക്ഷദ്വീപ് ഒരൊറ്റ ഹിന്ദു വോട്ടില്ലല്ലോ. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിൽ ലീഗിൻ്റെ ഒരു പിന്തുണ, CPMനാണെങ്കിൽ അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അത് വലിയ മുന്നണിയാണ്. അത് വലിയ മുന്നണി സംവിധാനത്തിൽ ആരാണ് മുഖ്യകക്ഷി, ആ മുഖ്യകക്ഷിയുടെ തീരുമാനപ്രകാരം താഴെയുള്ള കക്ഷികൾ പോകുന്ന സംവിധാനമാണ് കേരളത്തിലുള്ളത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒന്നാമത്തെ കക്ഷിയായി കേരളത്തിൽ എത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതേ സമയത്ത് BJPയായിട്ട് 23 കക്ഷികളെ ചേർത്തുകൊണ്ട് വാജ്പേയി 99 മന്ത്രിസഭ രൂപീകരിച്ചില്ലേ. ഷേഖ് അബ്ദുള്ളയുടെ മകൻ, ഷേഖ് അബ്ദുള്ളയുടെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. കൊച്ചുമകനായിരുന്നു കേന്ദ്രത്തിൽ മന്ത്രിയായത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ സ്ഥാപകരെ കൊന്നു എന്ന ആരോപണമുള്ള ശ്യാമപ്രസാദ് മുഖർജി അവർ കൊന്നു എന്നാണ് ആരോപണമുള്ളത്. അപ്പോൾ ആ പാർട്ടി പോലും ഘടകകക്ഷിയായില്ലേ, DMK ഘടകകക്ഷിയായില്ലേ. ആരാകാത്തത്? കോൺഗ്രസ്. ആ കോൺഗ്രസ് ശാസ്ത്രത്തിൽ സന്ധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ബാക്കി ഒരു കക്ഷികളോടും ഞങ്ങളോട് എന്തെങ്കിലും തരത്തിൽ സന്ധി ചെയ്യാത്ത, കൂടാത്ത ഒരു കക്ഷികളുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ CPM ശത്രുത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് നിയമം മാറ്റണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുമോ? കോൺഗ്രസിനെ സംബന്ധിച്ച് അവരോട് നീതി പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൽ കാട്ടുന്ന മാന്യത പരമാവധി കാണിച്ചിട്ടുള്ളത് BJP, ജനതാ പാർട്ടി ഭരണകൂടങ്ങളാണ്. കോൺഗ്രസ് ഒഴികെ മറ്റ് പാർട്ടികളോടൊക്കെ സഹകരണം ആകാം എന്നുള്ളതാണ്. അതല്ല, അതിപ്പോഴത്തെ നേതാക്കന്മാർ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. എനിക്കിപ്പോഴത്തെ ഞാനിപ്പോൾ ഞാൻ പറയുന്നത് ഒരു പൊതുവെ കേരളത്തിൽ അങ്ങനെ ആയാൽ, ഒരു കേരളത്തിൽ BJPക്ക് ഒരു ഭരണത്തിലേക്കൊക്കെ വരണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഒരു സഖ്യ സാധ്യത അന്വേഷിക്കുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. ഇവരൊക്കെ കേരളത്തിൻ്റെ വടക്കും തെക്കും ഒക്കെ പ്രബലരാണ്. ഇവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു അധികാര മുന്നണി, അത് തത്വത്തെ ബലി കഴിച്ചുകൊണ്ടൊരു മുന്നണിക്ക് BJP ഒരിക്കലും തയ്യാറാവില്ല. അന്ന സമയത്ത് തത്വം നരേന്ദ്രമോദിയുടെ നയങ്ങളെ, NDAയുടെ നയങ്ങളെ അംഗീകരിക്കുന്ന ആരെയും കൂട്ടാൻ സാധിക്കും. ഇതാണ് നിലപാട്. കേരളത്തിൽ ഇപ്പോൾ BJP ക്രൈസ്തവ സംഘടനകളുമായി, സഭകളുമായിട്ടൊക്കെ അടുക്കുന്നതിന് എത്രയോ മുമ്പ് ആ ശ്രമം തുടങ്ങിയ ആളാണ് PS ശ്രീധരൻപിള്ള.
അതിനുശേഷം ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ക്രൈസ്തവ സഭകൾ മാത്രമായിട്ട് അടുപ്പം മതിയോ? താങ്കൾക്കാണെങ്കിൽ മലബാറിൽ വിശാലമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായിട്ടും മുസ്ലിം സംഘടനകളുമായിട്ടൊക്കെ അടുപ്പമുണ്ട്. അതൊരു ഒരു ഒരു ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 91 ഞാൻ കോഴിക്കോട് ജില്ലാ BJPയുടെ പ്രസിഡൻ്റായിരുന്നു. എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അന്ന് വാസ്തവത്തിൽ ഇന്ത്യയിലാദ്യമായി BJP ഒരു ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായ ഒരു സമ്മേളനം കോഴിക്കോട് അളകാപുരി വിളിച്ചു കൂട്ടി. ഞാൻ അതിൻ്റെ പ്രത്യാഘാതം ഒരുപക്ഷെ എന്നെ അങ്ങനെ ന്യൂനപക്ഷ വ്യക്തമാന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഫലമായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ 3 പാർട്ടി യൂണിറ്റുകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോടഞ്ചേരി, പിന്നെ അതുപോലെ തന്നെ കുളിരാമുട്ടി ഏറിയ വെലങ്ങാട്, അമ്പാട്ട് ബേബിയൊക്കെ അന്ന് വന്ന ആൾക്കാരാണ്. അങ്ങനെ പാർട്ടിയുടെ 3 മൈനോറിറ്റി മാത്രമുള്ള യൂണിറ്റ് ഉണ്ടായി. ഇന്നിപ്പം അതേ ലൈനിലേക്ക് എല്ലാവരും പോകുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് കുറേ വിഷമതകൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നെ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ആളാണ്, പക്ഷേ മുസ്ലിം അവിടുന്ന് ഒരു ചരിത്രം മാറ്റി കുറിക്കാൻ സാധിച്ചു. ഇവിടെ മൂവാറ്റുപുഴയിൽ ജയിച്ചപ്പം ആ ജയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ അന്നത്തെ പ്രസിഡൻറ്റ്. എൻ്റെ വിജയമല്ല, എൻ്റെ ടീമിൻ്റെ വിജയമാണ്. പക്ഷെ പിന്നെ അതെങ്ങനെ പോയി, എങ്ങോട്ട് പോയി എന്നുള്ളത് ഞാൻ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനിയും അതിനൊക്കെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ. അല്ല, സാധിക്കുമെന്ന് ഇത് വിശ്വാസതയുടെ പ്രശ്നമാണ്. ഒരു നമ്മുടെ കർമ്മം കൊണ്ട്, നമ്മുടെ ഇടപാട് കൊണ്ട്, ഇടപെടൽ കൊണ്ടുണ്ടാകുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ IPCയുടെ 100ാമത് സമ്മേളനത്തിൽ അവർ ക്ഷണിക്കപ്പെട്ട ആളുകളുടെ പട്ടികയിൽ, ആ പട്ടികയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സമ്മേളനത്തിൻ്റെ പട്ടിക ഞാൻ ഉണ്ടായിരുന്ന ആ പട്ടികയെ സംബന്ധിച്ചിടത്തോളം ആ പട്ടികയിൽ പിന്നീട് മുഖ്യമന്ത്രി തലേദിവസം അദ്ദേഹത്തെ കൂടെ അവരെ വിളിക്കാനിടയായി. ആ സാഹചര്യത്തിലേക്ക് ഞാൻ പറയുന്നില്ല. അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞെന്താ, നിങ്ങൾ പിന്നെ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ വന്ന് നിങ്ങളോട് പറയും എന്നുവെച്ചാൽ എൻ്റെ ആശയത്തെയാണ്, എൻ്റെ പ്രസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനവിടെ പോയി, ഞാൻ എൻ്റെ മറുപടിയും പറഞ്ഞു. അവരെനിക്ക് പ്രത്യേക സംവിധാനം ചെയ്തു. എല്ലാവർക്കും 5 മണിക്കാണ് സമ്മേളനത്തിൽ കൊടുക്കുക, CM ഉൾപ്പെടെ ഉള്ളവർക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം 7 മണിക്കാണ്. 7 മണിക്കാക്കി. അവിടെ വെച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ താത്വികമായി ഇന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെ പറഞ്ഞു. അടൽ ബിഹാരി വാജ്പേയി എന്ന മനുഷ്യൻ ഷാർജയിൽ അവിടുത്തെ ഭരണാധിപൻ 50 സെൻറ്റ് സ്ഥലം കൊടുത്തു വാജ്പേയിജിക്ക്. അദ്ദേഹം അത് കൊടുത്തത് അവിടെ ഒരു ഹിന്ദു സ്ഥാപനവും അമ്പലങ്ങൾ പോലുമില്ല. പക്ഷേ അവിടെ പെന്തക്കോസ്തുകാർ അന്ന് ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരാൾ, ഞാൻ പേരൊക്കെ അവിടെ പറഞ്ഞു. അവിടെ ഒരു പള്ളി നിങ്ങൾക്കുണ്ട്, ഉച്ച വരെ നിങ്ങൾ ആ പള്ളി പെന്തക്കോസ്തുകാർ ഉപയോഗിക്കും, ഉച്ച കഴിഞ്ഞിട്ട് മറ്റ് ക്രിസ്ത്യൻ സഭകൾക്ക് വാടകയ്ക്ക് കൊടുക്കും. മുസ്ലിങ്ങൾക്ക് അല്ലാണ്ട് ഹിന്ദുക്കളുടെ ഒരു സ്ഥാപനവും ഇല്ല. ഇത് ചെയ്ത വാജ്പേയിയാണ്. ഇതെല്ലാം പറഞ്ഞ ശേഷം നിങ്ങളുടെ സഭയുടെ ആദ്യത്തിൽ ഭരണാധിപനോട് ഒത്തു നിൽക്കേണ്ടവരല്ലേ, പ്രാർത്ഥിക്കേണ്ടവരല്ലേ? എന്നിട്ട് അവരെല്ലാവരും എണീറ്റ്, 1 ലക്ഷം ആളുള്ള സഭയിൽ അവരെല്ലാവരും 5 മിനിറ്റ് സമയം എണീറ്റ് ഇന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊന്നും വാർത്തയാക്കാൻ പറ്റുന്ന ആളുകൾ, ഗവർണറായ എനിക്ക് ഇത് നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ പറ്റുമോ? ഈ ആട്ടിൻതോലിട്ട ചെന്നായി താങ്കൾ നേരത്തെ നടത്തിയൊരു പരാമർശമാണ് താങ്കളെക്കുറിച്ച് വേറെ ആൾക്കാർ നടത്തിയെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJPയുടെ യഥാർത്ഥമായ ആശയം ഹിന്ദുത്വ വർഗീയതയാണെന്നും താങ്കൾ അതിൽ നിന്ന് ഭിന്നമായി ഒരു ശബ്ദമായി മാറി നിൽക്കുന്നു. അപ്പോൾ BJPയുടെ അടിസ്ഥാന ആശയത്തിൽ നിന്ന് വഴിമാറി നടക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു വ്യാഖ്യാനം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആരും ചിന്തിക്കുന്നുണ്ടാവില്ല, ഞാനും ചിന്തിക്കുന്നില്ല. എൻ്റെ അടിസ്ഥാന തോട്ട് സർവധർമ്മ സമഭാവം, അത് ഭാരതത്തിൻ്റെ ആത്മാവാണ്. അത് ദീനദയാൽ ഉപാധ്യായ, അതുകൊണ്ട് ആ നരേന്ദ്രമോദിജിയൊക്കെ പോയിട്ട് ക്രൂശ് രൂപത്തിൽ പോയി പ്രാർത്ഥിക്കുന്നില്ലേ ഇപ്പോഴും? ഞങ്ങളുടെ എല്ലാ സംഘടനകളും ആ ലൈനിലല്ലേ ഇപ്പോൾ ഉള്ളത്. ഇവരെന്ത് വോട്ട് കിട്ടാനാണ്? ഇപ്പോൾ 2019-ലും 2014-ലും 2024-ലും വൈസ് വോട്ടിങ് ന്യൂനപക്ഷം നടത്തിയിട്ടുണ്ട്. ആർക്കാണോ BJPയെ തോൽപ്പിക്കാൻ സാധിക്കുക അവരെ തോൽപ്പിക്കാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ചലഞ്ച്. പക്ഷേ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇന്ത്യയിലെ പൗരന്മാർ, ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ലെങ്കിൽ യുക്തിവാദിയോ ആരെയെങ്കിലും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കത്തക്കവണ്ണം
ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു നരേന്ദ്രമോദി എന്നൊരു കാര്യമെങ്കിലും ആർക്കും ചൂണ്ടിക്കാട്ടിയാൽ സാധിക്കും. അവിടെ നയിക്കുന്നത് വോട്ടല്ല, നാടാണ്, നേഷൻ ഫസ്റ്റ് എന്ന സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് വോട്ട് കിട്ടിയിട്ടാണോ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ അവരത് മനസ്സിലാക്കണം. കുപ്രചരണങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അകാല ചരമം പ്രാപിക്കുന്നതാണ് കുപ്രചരണം എന്ന് എല്ലാവരും മനസ്സിലാക്കി. BJPയുടെ വളർച്ച പരിശോധിച്ചാൽ ഏറ്റവും നിർണായകമായി ഏറ്റവും ഒടുവിലുണ്ടായ സുരേഷ് ഗോപിയുടെ ജയമാണ്. അതിലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിന് നല്ല പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ പിന്തുണ ഇല്ലാതെ BJPക്ക് ഒരു ജയം സാധ്യമല്ല കേരളത്തിൻ്റെ ഒരു ജനസംഖ്യാ കണക്കൊക്കെ അനുസരിച്ച് അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് BJP കേരള നേതൃത്വം നിലവിൽ പോകുന്നുണ്ടോ? അല്ല, ചന്ദ്രശേഖർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ലൊരു സംഘാടകനാണ്. ആധുനികമായുള്ള എല്ലാ സംവിധാനങ്ങളെയും ജനങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് സ്ട്രാറ്റജികൾ സൃഷ്ടിക്കാൻ പ്രാപ്തനാണ്. ഞാനതുകൊണ്ട് ഞാൻ ഗവർണർ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ഒരു ആളിന് ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും, എല്ലാവരെയും കണക്കിലെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത് താങ്കൾ പറഞ്ഞ ഒരു കാര്യം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിമോചന സമരം ഉൾപ്പെടെയുള്ള പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊന്നും ന്യൂനപക്ഷ വോട്ട് കിട്ടാതെ കോൺഗ്രസിൻ്റെ നെഞ്ചിലേക്ക് ഉണ്ടവായിക്കാൻ മന്നത്തിനും ആർശങ്കറിനും സാധിച്ചില്ലേ? 51-52 കാലഘട്ടത്തിലെ നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഉള്ള തെരഞ്ഞെടുപ്പിൽ ഹിന്ദു, ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഹിന്ദു വിശാല ഹിന്ദു ഒക്കെ പിന്നീട് തൃശ്ശൂർ വന്നതാണ്. ഇത് 51 കാലഘട്ടത്തിൽ കോൺഗ്രസിനെ 2 സ്ഥലത്ത് തോൽപ്പിച്ചില്ലേ ഉപതെരഞ്ഞെടുപ്പിൽ? നെഹ്റു പോലും അമ്പരന്ന് പോയി. പിന്നീട് അവർ ബുദ്ധിപരമായ രാഷ്ട്രീയം നടത്തിയിട്ട് ഇവരെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ സാധിക്കില്ല എന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ അല്ല പ്രശ്നം. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന രാഷ്ട്രീയമാണ്. പൊതു അജണ്ട രൂപപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ കൂടി സ്ട്രാറ്റജികളിലൂടെ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ 20% കിട്ടിയൊരു പാർട്ടി, ആ പാർട്ടി ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. കേരളത്തിൽ ജയിച്ചു മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് 50 കൊല്ലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള, അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ച, 80-ൽ രൂപീകരിച്ച ദിവസം മുതൽ, ജനസംഘം BJP രൂപീകരിച്ച ദിവസം മുതൽ അതിൻ്റെ പങ്കാളിയായ ഒരാളെന്നുള്ളതിൽ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും. ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് താങ്കൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു. ഗവർണർ പദവി ഒഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രസ്ഥാനത്തിലേക്ക് തന്നെ മടക്കം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സാധാരണ രീതി. അങ്ങനെ സാധാരണ രീതിയൊന്നുമില്ല. ഞാൻ JP മൂവ്മെൻറ്റിലും വളരെ സജീവമായിരുന്നു. 70കളിലെ വിദ്യാർത്ഥികളുടെ ആ കാലഘട്ടത്തിൽ 2 തരം രാഷ്ട്രീയമുണ്ട്: പീപ്പിൾസ് പൊളിറ്റിക്സ് ആൻഡ് പവർ പൊളിറ്റിക്സ്. പവർ പൊളിറ്റിക്സ് വേണ്ട എന്ന് പറഞ്ഞ മഹാത്മാക്കളുമുണ്ട്. ഗാന്ധിജി ആയാലും JP ആയാലും ഗുരുജി ഗോൾവൽക്കർ ആയാലും അതുപോലുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അപ്പോൾ ഈ 2 രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുണ്ട്. അതിലെല്ലാവരും അത് പ്രവർത്തിക്കേണ്ടവരാണ്. സോ പീപ്പിൾസ് പൊളിറ്റിക്സ്. പിന്നെ മറ്റേ പവർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാം വളർത്തിയതാരാ? ഈ പ്രസ്ഥാനമാണ്. എൻ്റെ ഈ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘപരിവാര പ്രസ്ഥാനങ്ങളാണ്. ഞാൻ അതിനോടൊന്നും ഒരിക്കലും ഞാൻ അധികാരസ്ഥാനം ചോദിച്ചിട്ടില്ല, സ്ഥാനാർത്ഥിയാവാൻ ചോദിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗവർണറാകാനോ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ആവശ്യമില്ലാതെ എന്നെ നോക്കി കണ്ട് അറിഞ്ഞ് എനിക്ക് ഈ ഗവർണർ സ്ഥാനം മാത്രമല്ല, ഹൈക്കോടതിയിലെ ഏറ്റവും ഉന്നതമായ പദവിയും വാജ്പേയിജിയുടെ കാലത്ത് കിട്ടുകയുണ്ടായി. അതെല്ലാം എന്നെ തേടി എത്തിയതാണ്, എൻ്റെ പ്രസ്ഥാനം തന്നതാണ്. ഞാൻ പ്രസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുന്നു. അത് പവർ പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുമെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമാക്കേണ്ടതില്ല. എൻ്റെ 3 മക്കളാണ്. 1 പൊതുപ്രവർത്തനം, 2 അഭിഭാഷക വൃത്തി, 3 എഴുത്തിൻ്റെ മേഖല. ഇത് 3ലും ഞാൻ തുല്യ പ്രാധാന്യം എന്നും കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് വേണമെന്നുള്ളതിനെപ്പറ്റി തീരുമാനം എടുക്കേണ്ട സമയമായിട്ടില്ല. ഒരാലോചനയുടെ ഘട്ടത്തിലാണുള്ളത്. ഒരാലോചനയല്ല, എൻ്റെ മനസ്സ്, ഞാനിതെല്ലാം ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് പോകട്ടെ. എത്രയോ ആളുകൾ, ഈ ഒരു പാർട്ടിയുടെ പൊസിഷൻ ആർക്കൊക്കെ കിട്ടുക? നാമമാത്രമായ കുറേ ആൾക്കാർക്കാണ്. കോടാനുകോടി പ്രവർത്തകൻ്റെ, ഇപ്പോൾ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹപ്രവർത്തകരായിരുന്നവരോടും മറ്റ് പാർട്ടികളിൽപ്പെട്ടവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഒരു നേതാവിന് ഉയരം കൂടും, ഉയരങ്ങളിലേക്ക് പോകും, പക്ഷെ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറന്നുകൊണ്ടാവരുത്. 2, ജനങ്ങൾ ചുമലിലേറ്റുമ്പോഴാണ്
ശ്രീധരൻപിള്ളയ്ക്കും മറ്റ് നേതാക്കന്മാർക്കും എല്ലാം ഉയരം കൂടുന്നത്. അതുകൊണ്ട് ഈ സത്യം അവരോർക്കണം. സാധാരണ ജനങ്ങൾ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? സ്ഥാനമാനങ്ങൾ എന്താ ഉള്ളത്? ഈ സ്ഥാനമാനങ്ങളെക്കാൾ അപ്പുറം അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവണം. എനിക്കതിൽ ഞാൻ പോയ 2 സംസ്ഥാനങ്ങളിലെയും എല്ലാവരും പറയുന്നുണ്ടല്ലോ, അവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെ ഞാൻ പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോവുക. എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അതാണ്. എൻ്റെ രാഷ്ട്രീയം എന്നും അതായിരുന്നു. സ്ഥാനമാനങ്ങൾക്കപ്പുറത്തെ ഒരു BJP പ്രവർത്തകനായി ഉണ്ടാകും, അങ്ങനെ ഉണ്ടാവും. അല്ല, അതിൻ്റെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം അത് ഞാൻ എൻ്റെ ബ്ലഡിലുള്ളതല്ലേ. അത് കോൾഡ് സ്റ്റോറേജ് ഇരിക്കുന്നതാണ്. കോൾഡ് സ്റ്റോറേജിൽ നിന്ന് എടുത്ത് അതിലേക്ക് ഉപയോഗിക്കണോ വേറെ ഒന്നിലേക്ക് വേണമെന്നുള്ളത് എൻ്റെ പ്രസ്ഥാനവും ഞാൻ ആ തത്വശാസ്ത്രവും അവർ പറയുമ്പോൾ ഞാനും കൂടെ ആലോചിച്ചിട്ട് ആ തീരുമാനമെടുക്കും. പാർട്ടി ബന്ധപ്പെടുന്നുണ്ടോ താങ്കൾ? എന്നെ ആ നിലയ്ക്ക് ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, അവരുടെ അതിലൊക്കെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കരുത്തുള്ള, ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ എല്ലാ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലുണ്ട്. ഞാൻ ABVPയുടെയും BMSൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തന മേഖല ഉണ്ടായിരുന്ന കുറഞ്ഞ കാലഘട്ടമുണ്ട്. അല്ല, എന്നും ജനസംഘ BJPയിലും 16 വയസ്സ് കഴിഞ്ഞ മുതൽ ജനസംഘത്തിലും BJPയിലും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്, കോൺഫ്ലിക്റ്റിംഗ് അല്ല. അപ്പോൾ നേതൃത്വം എന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് വരിക. ഞാൻ ഏതായാലും ആ കോൺഫ്ലിക്റ്റിനില്ല. തത്വശാസ്ത്രം എൻ്റെ നെഞ്ചിലേറ്റിയതാണ്. എൻ്റെ സ്പന്ദനം നിലയ്ക്കും വരെയും അതുമായി പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ മത്സരത്തിന് ഇല്ല എന്നൊന്നും പ്രഖ്യാപിക്കുന്നില്ല. ഏതാ തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക്? തെരഞ്ഞെടുപ്പ് ഒരു പ്രശ്നമല്ല. ഞാൻ ഒരിക്കലും ആരോടും എന്നെ കാൻഡിഡേറ്റ് ആക്കാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, പാർട്ടി ആവശ്യപ്പെട്ടാൽ അല്ല, പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി അല്ലല്ലോ. എനിക്കൊരു പരിവാർ പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ടയാളാണ് ഞാൻ. എൻ്റേതായ ആവശ്യകത ഉണ്ടെന്ന് തോന്നിയാൽ ഞാൻ സ്വാഭാവികമായിട്ടും അതിന് അർഹമായ പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്യും. അത് അധികാരം, നിങ്ങൾ ഉദ്ദേശിച്ചുള്ള അധികാരമോ സ്ഥാനമോ അല്ല. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം.